പ്രിയരെ, ഇന്ന് നമ്മൾക്ക് നമ്മുടെ സോണുകളെ പറ്റി പറയാം. ഡിഫറെൻറ്റ് സോണുകളുണ്ട്. പൊതുവായി 4 തരത്തിലുള്ള സോണുകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമതായി വരുന്നത് സോണാണ് കംഫോർട്ട് സോൺ. ഈ കംഫോർട്ട് സോണിലുള്ളവർ എന്താ ചെയ്യുക, നോർമലി അവർക്ക് കിട്ടുന്നത് എന്താണോ അതിൽ വെച്ചിട്ട് സന്തോഷിക്കുക, ആ കാര്യങ്ങൾ അതിലേക്ക് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് സാലറി ജീവിക്കുന്നവർ അവരെന്ത് ചെയ്യുക, അവർക്ക് 10,000 കിട്ടുന്നുണ്ട് വെച്ചു 10,000 തന്നെ ഒതുങ്ങി അവരുടെ കാര്യങ്ങളിൽ അതിൽ തന്നെ സന്തോഷിച്ച് കഴിയുന്നവരാണ് കംഫോർട്ട് സോണുള്ളവർ. രണ്ടാമതുള്ളത് ഫിയർ സോൺ. ഫിയർ സോണിലുള്ളവരുടെ പ്രത്യേകത എന്താ, അവരൊരിക്കലും ഒരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പേടിയുള്ളവരായിരിക്കും. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആപത്ത് വരുമോ എന്ന് പേടിച്ചിട്ട് മുന്നോട്ട് കുതിക്കാൻ മടിക്കുന്നവരെയാണ് ഫിയർ സോണുള്ളവർ. മൂന്നാമതുള്ള സോൺ ലിവിങ് സോൺ. ലിവിങ് സോണുള്ളവർ എന്താ ചെയ്യുക, ഏത് കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഈ കംഫോർട്ട് സോണും ഫിയർ സോണും കഴിഞ്ഞിട്ട് വരുന്ന സോണിനാണ് ലിവിങ് സോൺ എന്ന് പറയുക. ലിവിങ് സോണിലുള്ളവർ പലതും പഠിക്കാനും ട്രൈ ചെയ്ത് മുന്നോട്ട് കുതിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ലിവിങ് സോണുള്ളവർ. നാലാമതുള്ള തരം ഗ്രോത്ത് സോൺ. അവർ പലതും പഠിച്ച് മുന്നോട്ട് കുതിച്ച് ഈ കംഫോർട്ട് സോണും ഫിയർ സോണും ലിവിങ് സോണും കഴിഞ്ഞിട്ട് പോകുന്ന സോണിനെയാണ് എന്ത് പറയുക, ഗ്രോത്ത് സോൺ. ഈ ഗ്രോത്ത് സോണുള്ളവർക്ക് എന്ത് ചെയ്യുക, ഉയർച്ചയിലേക്ക് പടിപടിയായി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തീരുമാനിക്കാൻ നമ്മൾ ഏത് സോണിൽ വേണമെന്ന്. ഏറ്റവും കംഫോർട്ട് സോൺ ഭേദിച്ച് ഫിയർ സോണും ഭേദിച്ച് ലിവിങ് സോണിലും ഭേദിച്ച് ഗ്രോത്ത് സോണിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഉയർച്ച ഉണ്ടാകൂ. സോ ലെറ്റ് us go for growth zone. Okay, bye.